നീറ്റ് പരീക്ഷ റദ്ദാക്കിയതോടെ മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ആശങ്കയിലായിരിക്കുന്നത്. പരീക്ഷ റദ്ദാക്കിയത് വിദ്യാർത്ഥികളെ മാനസികമായി മാത്രമല്ല സാമ്പത്തികമായും വലിയ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിന്റെ ഡയറക്ടേഴ്സ് 24 പറഞ്ഞു. കുട്ടികളെ വീണ്ടും പരീക്ഷയ്ക്കായി സജ്ജരാക്കാൻ ഒരുങ്ങുകയാണ് ഗോകുലം ടീം. മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു. വർഷങ്ങളും അതുപോലെ മാസങ്ങളോളം നീണ്ട കഠിനാധ്വാനത്തിനൊടുവിൽ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വിദ്യാർത്ഥികൾ ഈ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. ഈ പരീക്ഷ റദ്ദാക്കിയതോടെ വലിയ ആശങ്കയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം തന്നെ. കുട്ടികൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ശരിക്കും വിദ്യാർത്ഥികളോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ്. കാരണം ഈ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുക്കുന്ന ഒരു എഫേർട്ടാണ്. അതിൻ്റെ പിന്നിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ സപ്പോർട്ടോട് കൂടിയാണ് ഇവർ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറാവുന്നത്. ഇപ്പം നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന പല വിദ്യാർത്ഥികൾക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കടുത്ത മാനസിക സംഘർഷത്തിലാണ് എല്ലാ വിദ്യാർത്ഥികളും ഉള്ളത്. ഇനി അടുത്തൊരു പരീക്ഷ ഡിക്ലെയർ ചെയ്താൽ പോലും അവർക്ക് അത് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഇതിനു വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ആ കുട്ടികളെ എത്തരത്തിൽ ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഓരോ ആളുകളും ആശങ്കയിലാണുള്ളത്. സത്യം പറഞ്ഞാൽ ഭയങ്കര റിലാക്സ് ആയി ഇരിക്കേണ്ട ഒരു സമയമാണ്. ഫലം കാത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. വളരെ സങ്കടമുള്ളൊരു കാര്യമാണല്ലേ? തീർച്ചയായും. ഇപ്പോൾ തൊട്ടു മുന്നേ വരെ തന്നെ പല കുട്ടികളും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ അത്യാവശ്യം നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്ത കുട്ടികൾ അവർ പലരും. അപ്പോൾ അവർക്ക് ഇനിയും ഒരു എക്സാം വരുമ്പോൾ അത് എത്തരത്തിലുള്ള എക്സാം ആയിരിക്കും, അതിന് ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഒരുപാട് ആശങ്കകളിലാണ് അവരുള്ളത്. ഇത്തവണ എക്സാം നല്ല എളുപ്പമായിരുന്നു എന്ന് പറയുന്നുണ്ട് വിദ്യാർത്ഥികളടക്കം. അപ്പോൾ ഇനി എല്ലാം ഒന്നിന്ന് തുടങ്ങണം. അതൊരു വലിയ പ്രതിസന്ധിയാണ്. അതെ, ഈ വർഷത്തെ എക്സാം കമ്പാരിറ്റീവ്ലി ഈസി ടു മോഡറേറ്റ് റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് കൂടുതൽ ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുക. കാരണം അവർ കുറച്ചുകൂടി മാർക്ക് പ്രതീക്ഷിച്ച ഒരു എക്സാം ആയിട്ടുണ്ടാവാം. ഇനി എന്താവും എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഒരു ഗവൺമെൻറ് ബോഡിയാണ്, നമ്മൾ അതിനെ വിശ്വസിച്ചാണ് ഒരു എക്സാമിന് പോകുന്നത്. അവരുടെ അല്ലാത്തൊരു തെറ്റിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇല്ലാത്തിടത്ത് നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ ഈ എക്സാം എഴുതിയിട്ടുണ്ടാവുക. അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷെ നമ്മൾ മാക്സിമം കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട്ടെ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിലെ ഡയറക്ടേഴ്സാണ് 24നോട് പ്രതികരിച്ചത്. വലിയ വിഷമത്തിലും ആശങ്കയിലും തന്നെയാണ് ആ വിദ്യാർത്ഥികൾ ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല എല്ലാം ഇനി ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.